ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നേത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബാക്കി വരുന്ന അപ്പത്തിൻ്റെ മാവ് കൊണ്ട് എങ്ങനെ നല്ല സോഫ്റ്റായ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് അപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മാവാണ് കേട്ടോ. സോഡാപ്പൊടി ചേർത്തിട്ടില്ല, നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ഗ്ലാസ് പാല്, പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ അപ്പത്തിൻ്റെ മാവും പഞ്ചസാരയും പാലും പിന്നെ ഒരു ലേശം സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. പഞ്ചസാര നമുക്ക് വേണ്ടുന്ന മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് ചേർത്തു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് പാത്രത്തിലേക്ക് വേണമെങ്കിലും മാറ്റാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുള്ള പാത്രത്തിൽ മാറ്റാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മാവ് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അതിൽ പത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പതയൊന്ന് കളഞ്ഞിട്ട് വേണം പാത്രത്തിലേക്ക് ഒഴിക്കാൻ. ഇല്ലെങ്കിൽ ഇത് കുക്കായി വരുമ്പോൾ മുകൾ ഭാഗം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഞാൻ ഈ പാത്രത്തിൽ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 20 to 30 മിനിറ്റ്സ് ആണ് കേട്ടോ എൻ്റെ കുക്കിംഗ് ടൈം. ഇതിപ്പോൾ വെള്ളം ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന മാവിനനുസരിച്ചാണ് കേട്ടോ കുക്കിംഗ് ടൈം. മാവ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കിണ്ണത്തപ്പം കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. നന്നായി തണുത്തതിന് ശേഷമേ ഡിമോൾഡ് ചെയ്യാമുള്ളൂ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കിണ്ണത്തപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ല, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. വീണ്ടും കാണാം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി. താങ്ക്